നമസ്കാരം. ഓയൂർ മരുതമൺ പള്ളി കാറ്റാടിയിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചു. പ്രതികൾ പിടിയിലായതിന്റെ കൃത്യം 70-ാം ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി എം ജോസ് കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2-ൽ കുറ്റപത്രം സമർപ്പിച്ചത്. 2023 നവംബർ 27 വൈകിട്ട് 4:20 കാറിലെത്തിയ 3-അംഗ സംഘം 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയത്. സഹോദരനോടൊപ്പം ട്യൂഷനായി പോവുകയായിരുന്ന കുട്ടിയെ റോഡിൽ കാറിൽ പിന്തുടർന്ന സംഘം കാറിനുള്ളിലേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു. സഹോദരൻ ജോനാഥൻ ഇതിനെ ശക്തമായി ചെറുത്തുവെങ്കിലും അവനെ പുറത്തേക്ക് തള്ളി പെൺകുട്ടിയുമായി സംഘം കടന്നു. പോലീസും നാട്ടുകാരും നാടാകെ കുട്ടിക്കായി തിരയുമ്പോൾ രാത്രി 7:30 10 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ഫോൺ വിളിയെത്തി. നാടകീയമായ മണിക്കൂറുകൾക്കൊടുവിൽ അടുത്ത ദിവസം ഉച്ചയോടെ കൊല്ലം ആശ്രാമം മൈതാനത്ത് കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഡിസംബർ 1 തമിഴ്നാട്ടിലെ പുളിയറയിൽ നിന്നാണ് പ്രതികളായ ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നം കവിതാലയത്തിൽ പത്മകുമാർ, ഭാര്യ അനിത, മകൾ അനുപമ എന്നിവരെ പോലീസ് പിടികൂടിയത്. കടബാധ്യത തീർക്കാൻ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് കേസ്. 1000-ഓളം പേജുള്ള കുറ്റപത്രത്തിൽ 160-ഓളം സാക്ഷികളും 150-ഓളം തൊണ്ടിമുതലുകളുമുണ്ട്. മോചനദ്രവ്യം ആവശ്യപ്പെട്ടുള്ള ഫോൺ വിളിയാണ് പ്രതികളിലേക്കെത്താൻ പോലീസിന് സഹായകമായത്. പ്രതികളുടെ ശബ്ദ സാമ്പിൾ, കൈയക്ഷരം പരിശോധന ഉൾപ്പെടെയുള്ള ഫോറൻസിക് തെളിവുകളാണ് കേസിൽ നിർണായകമായിട്ടുള്ളത്. അറസ്റ്റിലായവർ അല്ലാതെ പുതിയ പ്രതികളൊന്നും കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെയും നിഗമനം. കേരളത്തെ 2 ദിവസം മുൾമുനയിൽ നിർത്തിയ സംഭവത്തിൽ റെക്കോർഡ് വേഗത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്.